നമസ്കാരം. STV ഈവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RSS ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് വേണം സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ വക്താവാകാനെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ആര് ഗവർണറായി വന്നാലും വിരോധമില്ലെന്നും പുതിയ ഗവർണറിൽ നിന്നും കേരളം അമിതമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും AK ബാലൻ. കേരളത്തിന്റെ ആവശ്യം ഭരണഘടന അനുവദിക്കുന്നത് ലഭിക്കണമെന്ന് മാത്രം. തൃശൂർ ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് മേജർ അക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുമസ് കരോൾ ഗാനം തടഞ്ഞ ചാവക്കാട് SIയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പാലൂർ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു. കഴിഞ്ഞ രാത്രി SIയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കരോൾ ഗാനം തടഞ്ഞത് മൈക്കനുമതി വാങ്ങിയില്ലെന്ന കാരണം പറഞ്ഞു. ചെറുതുരുത്തി സമീപം ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. കൊല്ലപ്പെട്ടത് വഴിക്കടവ് സ്വദേശി സൈനുൽ ആബിദ്. തൃശൂർ മെഡിക്കൽ കോളേജ് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവാവ് മരിച്ചത് മർദ്ദനമേറ്റെന്ന് കണ്ടെത്തി. 4 പേർ കസ്റ്റഡിയിൽ. RSSുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് വേണം സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ വക്താവാകാനെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ആര് ഗവർണറായി വന്നാലും വിരോധമില്ലെന്നും ആരിൽ നിന്നും അമിതമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. ആര് ഗവർണറായി എത്തിയാലും ഭരണഘടന അനുവദിക്കുന്നത് ലഭിക്കണമെന്നത് മാത്രമാണ് കേരളത്തിന്റെ ആവശ്യമെന്ന് AK ബാലൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. ഭരണഘടനാപരമായി പെരുമാറണം എന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്കൊരു പ്രത്യേക ആനുകൂല്യവും വേണ്ട, മേഴ്സിയും വേണ്ട. ഭരണഘടനാപരമായിട്ടുള്ള മേഴ്സി, ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം, അത് മാത്രമേ കേരളം ആവശ്യപ്പെടുന്നുള്ളൂ. അതെന്തോ ആയിക്കോട്ടെ, അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിൽ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് പ്രസിഡന്റ് മനസ്സിലാക്കി അദ്ദേഹം പെരുമാറുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. CPMനെതിരായ സന്ദീപ് വാര്യരുടെ ആരോപണങ്ങളും പ്രസ്താവനകളും മുഖവിലക്കെടുക്കുന്നില്ല. അമ്മ RSSന് നൽകിയ സ്ഥലം തിരിച്ചുവാങ്ങി RSS ബന്ധം ഉപേക്ഷിച്ചു വേണം സന്ദീപ് വാര്യർ കോൺഗ്രസ് വക്താവാകാനെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. സന്ദീപ് വാര്യർക്ക് എന്തും പറയാറുണ്ട്. ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് RSSൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, എൻ്റെ അമ്മ RSSന് വേണ്ടി കൊടുത്ത സ്ഥലം ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ വക്താവാകുക കേട്ടോ. എന്നിട്ട് വർത്തമാനം പറഞ്ഞാൽ മതി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പാലയൂർ സെന്റ് തോമസ് മേജർ അക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുമസ് കരോൾ ഗാനം തടഞ്ഞ ചാവക്കാട് SIയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പാലയൂർ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI, വെൽഫെയർ പാർട്ടി നേതാക്കളാണ് പാലയൂർ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് പാലയൂർ പള്ളിവളപ്പിൽ അരങ്ങേറിയ കരോൾ ഗാനം ചാവക്കാട് SI വിജിത് K വിജയന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിത്തടഞ്ഞത്. പരിപാടിക്ക് മയക്കനുമതി വാങ്ങിയില്ലെന്ന് പറഞ്ഞായിരുന്നു പോലീസ് നടപടി. നിർദ്ദേശം ലംഘിച്ച് കരോൾ പാടിയാൽ തൂക്കിയെടുത്തെറിയുമെന്ന് ചാവക്കാട് SI വിജിത് K വിജയൻ ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റി അംഗങ്ങൾ ആരോപിച്ചിരുന്നു. ഇതോടെ പള്ളി അധികൃതർ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും പരിപാടി നടത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതം മൂളുകയും ചെയ്തു. എന്നാൽ സമയമേറെ വൈകിയതിനാൽ പരിപാടി നടത്താനായില്ല. ഇതോടെ ചരിത്രത്തിലാദ്യമായി കരോൾ ഗാനം മുടങ്ങുകയും ചെയ്തു. സംഭവം വിവാദമായതോടെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പള്ളിയിലെത്തിയത്. തുടർന്ന് നേതാക്കൾ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിഡ് കണ്ണമ്പുഴയുമായി സംസാരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പള്ളിയിലെത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദിന്റെ നേതൃത്വത്തിൽ ലീഗ് നേതാക്കളും പള്ളിയിൽ സന്ദർശനം നടത്തി. SDPI തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ, വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പള്ളിയിലെത്തി ഭാരവാഹികളുമായി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിക്ക് സമീപം ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. മലപ്പുറം വഴിക്കടവ് സ്വദേശി 39 വയസ്സുള്ള സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത്. ചെറുതുരുത്തിക്ക് സമീപം ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മലപ്പുറം വഴിക്കടവ് സ്വദേശി 39 വയസ്സുള്ള സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത്. ബന്ധുക്കളെത്തി മൃതദേഹം സൈനുൽ ആബിദിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സൈനുൽ മരണപ്പെട്ടത് മർദ്ദനമേറ്റാണെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ 4 പേരെ ചെറുതുരുത്തി പോലീസ് കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 5 പേരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സാമ്പത്തിക തർക്കം മൂലമുള്ള വൈരാഗ്യത്തെ തുടർന്ന് കൊലപാതകം നടത്തിയെന്നാണ്
ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. തിങ്കളാഴ്ചയാണ് സംഘം കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വഞ്ചിക്കുളത്ത് യുവാവിനെ കാനയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി 43 വയസ്സുള്ള ഗോവിന്ദരാജാണ് മരിച്ചത്. കോവിഡ് രാജൻ എന്നറിയപ്പെടുന്ന തമിഴ്നാട് സ്വദേശി 43 വയസ്സുള്ള ഗോവിന്ദരാജാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് പ്രദേശവാസികൾ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ ടൗൺ വെസ്റ്റ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വെസ്റ്റ് പോലീസും തൃശൂർ സിറ്റി ACPയും സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ഗോവിന്ദരാജ വർഷങ്ങളായി തൃശൂരിൽ താമസിച്ച് ആക്രി കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാതക ശ്മശാനം ആനത്തൊട്ടവാടിക്കുള്ളിൽ പദ്ധതി വിഹിതം 75 ലക്ഷം നീക്കിവെച്ച ശ്മശാനത്തിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച രീതിയിലാണ്. കഴിഞ്ഞ 5 വർഷം മുൻപ് തുടങ്ങിയതാണ് പദ്ധതി. ജില്ലാ പഞ്ചായത്തിന്റെ 2018-19 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019 ഫെബ്രുവരി 2-ാം തീയതി നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ വാതക ശ്മശാനമാണ് പാതി വഴിയിൽ ഉപേക്ഷിച്ച രീതിയിലുള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്തകുമാരിയാണ് നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് കെട്ടിടം നിർമ്മിക്കുകയും ഫർണസ് സ്ഥാപിക്കുകയും മോട്ടോർ സ്ഥാപിക്കലുമെല്ലാം നടന്നു. കാലപ്പഴക്കത്താൽ ഇവയെല്ലാം തുരുമ്പെടുത്ത് നശിക്കുന്ന രീതിയിലാണ്. 5 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് പണി പൂർത്തീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ബന്ധപ്പെട്ടവർക്ക് മൗനം മാത്രമാണ് മറുപടി. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് നിലവിൽ UDF ആണ് ഭരിക്കുന്നത്. വാതക ശ്മശാനത്തിന് വേണ്ട നടപടിക്രമങ്ങൾ മുഴുവൻ പാലിച്ചതായും എല്ലാ രേഖകളും ജില്ലാ പഞ്ചായത്തിന് നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്താണ് പദ്ധതി പൂർത്തീകരിക്കേണ്ടതെന്നും മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂരിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങൾക്ക് സുഗമമായ സേവനം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഓങ്ങല്ലൂരിൽ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു ഓട്ടോ തൊഴിലാളികളെയും അതോടൊപ്പം പൊതുജനങ്ങളുടെയും ഒക്കെ ഒരു പൊതുവിഷയം രണ്ടുകൂട്ടരും ഇവിടെ നമ്മളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ വിഷയം ഇവിടെ സൂചിപ്പിക്കുക എന്നുള്ളതുകൊണ്ടെന്ന് പറയാം. ഓട്ടോ എന്നല്ല ഏത് വാഹനം വെച്ച് കഴിഞ്ഞാലും നമുക്ക് സ്ഥലം നോക്കിയിട്ടായിരിക്കില്ലല്ലോ നമ്മൾ പോകുന്നത്. അത് നമ്മൾ തീർച്ചയായും പോകേണ്ടതാണ്. അതിൽ റിട്ടേൺ പൈസ അടക്കമായിരിക്കില്ല ഈ 60 രൂപ എന്നുള്ളത്. നിങ്ങൾക്ക് 30 രൂപയും കൂടി അല്ലെങ്കിൽ 40 രൂപ കൂടി അതിനെ കിട്ടിയാൽ അങ്ങോട്ട് പോകുന്നത് നിലപാട് നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. പട്ടാമ്പി പോലീസ് SHO പത്മരാജ് ക്ലാസ് എടുത്തു. MR ജയശങ്കർ, PP രാമചന്ദ്രൻ, ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവർമാർ ക്ലാസിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി സെന്ററിൽ 1 കോടി രൂപ ചെലവിൽ മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നു. PP സുമോദ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. ഇതോടുകൂടി കോട്ടായി സെന്ററിൽ വർഷങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. കോട്ടായി സെന്ററിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള മലമ്പുഴ മെയിൻ കനാലിൽ മുകളിൽ 100 മീറ്റർ ദൂരം കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ കോട്ടായി സെന്ററിലുള്ള ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മാറ്റാനാണ് പദ്ധതി. നിർമ്മാണ പ്രവൃത്തികൾ ഡിസംബർ 31-ന് ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ഗ്രാമീണപാത നിർമ്മിച്ച് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് NSS യൂണിറ്റ്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂരിലാണ് നിരവധി ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന ഗതാഗതയോഗ്യമായ ഗ്രാമീണ റോഡ് നിർമ്മിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂരിൽ വിദ്യാർത്ഥികളുടെ ശ്രമദാനത്തിൽ സൃഷ്ടിച്ച പുന്നശ്ശേരി ക്ഷേത്രം ലിങ്ക് റോഡ് എന്ന പുതിയ പാത പാട്ടും കയ്യടിയും ആരവങ്ങളുമായി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. മരുതൂർ ALP സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ NSS യൂണിറ്റിൻ്റെ മുന്നോട്ട് എന്ന ആശയത്തിലുള്ള സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് റോഡ് നിർമ്മാണം ഏറ്റെടുത്തത്. ക്യാമ്പ് തുടങ്ങിയ ആദ്യ ദിനം മുതൽ 4-ാം ദിവസമായപ്പോഴേക്കും ഗ്രാമത്തിൽ പുതിയൊരു പാതയൊരുങ്ങി. മാതൃകാപരമായ വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തെ നാട്ടുകാർ അഭിനന്ദിച്ചു. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് റോഡ് നാടിന് സമർപ്പിച്ചു. കുന്നിൻചെരുവ് ഭാഗത്തെ പാറകൾ മുറിച്ചുമാറ്റിയും കുഴികൾ കല്ലിട്ട്
തൂർത്തുമൊക്കെയുള്ള പാത നിർമ്മാണം ഏറെ ശ്രമകരമായിരുന്നു. ക്യാമ്പിലെ 100ഓളം വിദ്യാർത്ഥികൾക്കൊപ്പം തദ്ദേശവാസികളും തൊഴിലുറപ്പ് തൊഴിലാളികളും സംഘാടക സമിതിയും കൈകോർത്തതോടെ ഗതാഗതയോഗ്യമായ റോഡ് നിർമ്മാണം വളരെ വേഗം പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, വാർഡ് മെമ്പർ MP മാലതി, NSS പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ മോഹൻ, AM നാരായണൻ മാസ്റ്റർ, MR ജയശങ്കർ, MR സുനിൽ, കോളേജ് യൂണിയൻ ചെയർമാൻ K ജീവ, കോളേജിലെ മറ്റ് അധ്യാപകർ, NSS യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭ 3 ദിവസത്തിനിടെ സംഘടിപ്പിച്ചത് വ്യത്യസ്തമായ 3 കലോത്സവങ്ങൾ. അംഗൻവാടി ഭിന്നശേഷി കലോത്സവങ്ങൾ 22-നും വയോജന കലോത്സവം ചൊവ്വാഴ്ച വൈകുന്നേരം ഭാരതപ്പുഴയോരത്തുമാണ് സംഘടിപ്പിച്ചത്. വയോജന കലോത്സവം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിക്കപ്പെട്ട വയോജന ഉത്സവത്തിന്റെ ഭാഗമായി ഈ ഭാരതപ്പുഴയിൽ അരങ്ങേറിയ ഈ വയോജന കലോത്സവം വയോജനങ്ങൾക്ക് മാത്രമല്ല യുവജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വലിയ ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്നത് മാത്രമല്ല തങ്ങൾ മറ്റാരേക്കാളും പിന്നിലല്ല അന്നിലാണ് എന്ന് അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന് കൂടി സഹായകരമായ ഒരു പരിപാടിയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി PS. രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് മുതിർന്ന പൗരന്മാരുടെ വിവിധ കലാപരിപാടികൾ നടന്നു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസീത ചാലക്കുടിയുടെ നാടൻ പാട്ടുമുണ്ടായിരുന്നു. വയോജന കലോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി. നേരത്തെ ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ അംഗൻവാടി കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി നഗരസഭ വ്യത്യസ്ത കലോത്സവങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര മിനി ശബരിമലയിൽ നടന്ന മണ്ഡലകാല പൂജയുടെ സമാപന സമ്മേളനം വിവിധ പരിപാടികളോടെ നടന്നു. സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് SP പുഷ്കരൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ചിറ്റൂർ നാരായണീയ ആചാര്യ മൂകാംബികാമ്മയുടെ നേതൃത്വത്തിൽ ഇരുമുടിക്കെട്ട് 18 അഭിഷേകങ്ങൾ നടത്തി. നാരായണീയ പാരായണവും പൂജയും അന്നദാനവും നടന്നു. ജനുവരി 12-ന് തിരുവില്ലാമലയിൽ സംഘടിപ്പിച്ച മഹാകുംഭമേളയ്ക്ക് ചിറ്റൂർ നാരായണീയ സമിതി മംഗളാശംസകൾ അർപ്പിച്ചു. മാതാജി വസന്താനന്ദ സരസ്വതി, ഗീത അച്യുതൻകുട്ടി, ഭാനുമതി രാധാകൃഷ്ണൻ, സുരേഷ് ചൈതന്യ, ചിന്മയ മിഷൻ ശ്രീകൃഷ്ണക്ഷേത്രം മേൽശാന്തി അനിൽ, MB അച്യുതൻകുട്ടി, കോട്ടായി റിട്ടയേർഡ് SP പുഷ്കരൻ, അമ്പിളി പുഷ്കരൻ, സ്വാമി രാമപ്രസാദാനന്ദ, പ്രകാശ് ശാന്തി, AK ചിന്താമരക്ഷൻ, PK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കാടുകളുണ്ട്, കാവുകളുണ്ട്, തോടുകളുണ്ട്, പുഴകളുണ്ട്, ഇതെല്ലാം ഉണ്ട്, കുളങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മലിനീകരിച്ചു വന്നിട്ടാണ് ഈ ഐശ്വര്യപൂർണമായ ഒരു കേരളം മോശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ജനുവരിയിൽ കുംഭമേള നടത്തുന്നു. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ വിശേഷത, നദികളുടെ ശുദ്ധീകരണം, അന്തരീക്ഷ മലിനീകരണം എന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തി. ജനുവരി 12-ന് ഞായറാഴ്ച വൈകിട്ട് തിരുവില്ലാമലയിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മുഴുവൻ പേരും പങ്കെടുക്കണമെന്നും വിജയിപ്പിക്കണമെന്നും സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി അഭ്യർത്ഥിച്ചു. ലോകശാന്തിക്കും സമാധാനത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും സന്തോഷത്തിനും പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങൾക്കും നന്മയുണ്ടാകുവാനുമായി നദികളെ സംരക്ഷിക്കുക എന്ന പ്രൊജക്റ്റുമായി പരിസ്ഥിതി സംരക്ഷണം, ജലമലിനീകരണം തടയൽ എന്ന ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ട് ആദിശങ്കര അദ്വൈത അഖാഡയും കേരളത്തിലെ എല്ലാ ധാർമ്മിക പ്രസ്ഥാനങ്ങളും ചേർന്നുകൊണ്ട് തിരുവില്ലാമല ഭാരതപ്പുഴ കടവിൽ
നടക്കുവാൻ പോകുന്ന കുംഭമേളയുടെ ജനുവരി 12-ാം തീയതി പ്രയാഗിൽ ആരംഭിക്കാൻ പോകുന്ന 12 വർഷത്തിലൊരിക്കലുള്ള മഹാകുംഭമേളയുടെ മുന്നോടിയായി ഇവിടെയും നടത്തുന്ന കുംഭമേളയ്ക്ക് ചിറ്റൂർ നാരായണീയ മഹോത്സവ സമിതിയുടെ ആചാര്യശ്രേഷ്ഠയായിട്ടുള്ള മൂകാംബിക അമ്മയും TK മീഡിയയുടെ ചീഫ് ട്രസ്റ്റിയും ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനുമായ റിട്ടയർഡ് SP ശ്രീ പുഷ്കർജിയും മംഗളാശംസകൾ നേരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ THS NSS സപ്തദിന സഹവാസ ക്യാമ്പ് നവോദയം 2024 പദയാത്ര, നാടകാവതരണം, പ്രതിജ്ഞ എന്നിവ നടത്തി. സ്വയംഭരണ വകുപ്പിന്റെ അമൃത് മിഷൻ ജലജീവിതം പദ്ധതിയുടെ ഭാഗമായാണ് പദയാത്ര ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ TK ബഷീർ, VHSE PTA പ്രസിഡന്റ് ശ്രീദേവി, NSS പ്രോഗ്രാം ഓഫീസർ IP നിത്യ, അധ്യാപകരായ മുഹമ്മദ്, രാജു, പ്രജിത, PTA പ്രതിനിധി പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് വേണം സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ വക്താവാകാനെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ആര് ഗവർണറായി വന്നാലും വിരോധമില്ലെന്നും പുതിയ ഗവർണറിൽ നിന്നും കേരളം അമിതമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും AK ബാലൻ. കേരളത്തിന്റെ ആവശ്യം ഭരണഘടന അനുവദിക്കുന്നത് ലഭിക്കണമെന്ന് മാത്രം. തൃശൂർ ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് മേജർ അക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുമസ് കരോൾ ഗാനം തടഞ്ഞ ചാവക്കാട് SIയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പാലൂർ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു. കഴിഞ്ഞ രാത്രി SIയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കരോൾ ഗാനം തടഞ്ഞത് മൈക്ക് അനുമതി വാങ്ങിയില്ലെന്ന കാരണം പറഞ്ഞു. ചെറുതുരുത്തി സമീപം ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. കൊല്ലപ്പെട്ടത് വഴിക്കടവ് സ്വദേശി സൈനുൽ ആബിദ്. തൃശൂർ മെഡിക്കൽ കോളേജ് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവാവ് മരിച്ചത് മർദ്ദനമേറ്റെന്ന് കണ്ടെത്തി. 4 പേർ കസ്റ്റഡിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.